നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ആശുപത്രിയിലെയും ലാബിലെയും ഡോക്ടർമാർക്കെതിരെയാണ് കേസെടുത്തത്. കുഞ്ഞിന്റെ ഫർദർ ട്രീറ്റ്മെന്റിന് ആസ്റ്റർ മെഡിക്കൽ കോളേജ് എറണാകുളത്തോ അല്ലെങ്കിൽ അമൃതയിലോ പോകാനാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ നിലവിലെ പ്രശ്നങ്ങൾ ഹാർട്ടിന് പ്രശ്നമാണ്, കണ്ണിന് പ്രശ്നമാണ്, കാലിന് പ്രശ്നമാണ്, ജനനേന്ദ്രിയത്തിന് പ്രശ്നമാണ്, കൈക്ക് പ്രശ്നമാണ്, ശ്വാസകോശത്തിന് പ്രശ്നമാണ്, വായ്ക്ക് പ്രശ്നമാണ്, ചെവിക്ക് പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സാഹചര്യം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടാണ് ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞിരിക്കുന്നത്. ഈ സാധാരണക്കാരനായ എന്നെക്കൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ ഉള്ളതല്ല. അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഈ കുഞ്ഞ് ഇങ്ങനെ ആകാനായിട്ടുള്ള അനാസ്ഥയായ ആരാണോ കാരണക്കാർ അവരാണ് ഇതിന് എനിക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംഭവത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആലപ്പുഴ ലജനത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ കുഞ്ഞിനാണ് ഗുരുതരമായ വൈകല്യങ്ങൾ ഉള്ളത്. മാതാപിതാക്കളുടെ പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിന് ഉള്ളത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല, വായ തുറക്കുന്നില്ല, മലർത്തിക്കിടത്തിയാൽ നാവ് ഉള്ളിലേക്ക് പോകും, കാലിനും കൈക്കും വളവുമുണ്ട്. ഗർഭകാലത്ത് പലതവണ നടത്തിയെങ്കിലും വൈകല്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ് പരാതി. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ DMOയോട് റിപ്പോർട്ട് തേടി. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് DMO ആവശ്യപ്പെട്ടത്. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ ഡോക്ടർമാർ നിഷേധിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തുക തുടങ്ങി ആവശ്യങ്ങളുന്നയിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. മുസ്ലിം ലീഗ് അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റും ആശുപത്രി വികസന സമിതി അംഗവുമായ AM നൌഫലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിരോധ സമരം നടത്തിയത്. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അത് ഏറ്റെടുക്കാമെന്ന് സൂപ്രണ്ടിന് ഉറപ്പ് പറയാനേ പറ്റത്തുള്ളൂ. രേഖാമൂലം എഴുതി തരാൻ പറ്റില്ല. എനിക്കറിയാം. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഏത് ഓഫീസിലും ഏത് സ്ഥാപനത്തിലും കടന്ന് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സൗകര്യമൊരുക്കിയായിരിക്കണം അതെല്ലാം നിർമ്മിക്കേണ്ടത് എന്നത് കേവലമായ ഒരു നിർദ്ദേശം മാത്രമായിട്ടല്ല. ആ പ്ലാൻ അപ്രൂവൽ ആവണമെങ്കിൽ, അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ അത് പാലിച്ച് മാത്രമേ അത് അംഗീകാരം കിട്ടുന്ന രീതിയിൽ പോകുള്ളൂ. അതിന്റെ അത്തരമൊരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊണ്ടതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ നിർമ്മിക്കപ്പെടുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും, സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ, അതിനാവശ്യമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ എന്ന അവസ്ഥ നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട്. നിയമനവുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ ശതമാനം റിസർവേഷനിൽ അതിന് വളരെ കർശനമായ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ നിന്ന് മാറ്റി പ്രതിമാസ അലവൻസാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. ആശ്വാസകിരണം പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കുക, അർഹരായ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി പ്രതിമാസ കെയർ ഗിവേഴ്സ് അലവൻസായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത മാർച്ച് കളക്ടറേറ്റ് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഹരിപ്പാട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഹരികുമാർ പുങ്കോയിക്കൽ, S. ഉദയനൻ, ബൈജു മണ്ണഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ചേർന്ന് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ എത്ര തിരിച്ചും മറിച്ചിട്ട് നോക്കിയിട്ടും ആ പരിപാടി പങ്കെടുക്കണമെങ്കിൽ ഇത് ഒഴിവായേ പറ്റുക. ഞാൻ സാവധാനമായിട്ട് ഉള്ള കാര്യം കൃത്യമായി പറഞ്ഞു എങ്ങനെയാണ് മുറിച്ചത് എന്ന് അദ്ദേഹം സംബന്ധിച്ചു. ഒരാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട്, മിനിസ്റ്ററെ നേരത്തെയും വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടേ ഇല്ല, ഇത് വീണ്ടും നോട്ടീസിൽ പേര് വെക്കുകയും വീണ്ടും വരാതിരിക്കുകയുമാണ് ചെയ്യുന്നതെന്ന്. അതൊരു വിഷമമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ബാക്കി എങ്ങനെയും ക്രമീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പങ്കെടുത്തത്. സന്തോഷത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.
നീണ്ട പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ചേർത്തല മർച്ചൻസ് അസോസിയേഷനുണ്ട്. കേരളത്തിൽ വ്യാപാരി വ്യവസായി സംഘടനകൾ രൂപം കൊള്ളുന്നതിന് മുമ്പേ മർച്ചൻസ് അസോസിയേഷൻ എന്നുള്ള തരത്തിൽ തന്നെ പേരിൽ തന്നെ ചേർത്തലയിൽ സംഘടന രൂപം കൊണ്ടു എന്നുള്ളതുകൊണ്ടാണ് അതേ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV സാബുലാൽ അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ TS അജയ്കുമാർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് B ഭാസി സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമായ മഹിളാ ഐക്യവേദിയുടെ 11ാമത് സംസ്ഥാന സമ്മേളനം നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ മാവേലിക്കരയിൽ നടക്കും. ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമായ മഹിളാ ഐക്യവേദി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. മഹിളാ ഐക്യവേദിയുടെ പ്രവർത്തന ഉദ്ദേശം എന്ന് പറയുന്നത് സാമൂഹ്യ മുന്നേറ്റത്തിന് സ്ത്രീശക്തി എന്ന ആശയത്തിൽ ഊന്നിയാണ് സംഘടന പ്രവർത്തിച്ചു വരുന്നത്. മതപരിവർത്തനത്തിനും മദ്യം മയക്കുമരുന്ന് ഇവയുടെ ഉപയോഗത്തിനും എതിരെ ഉള്ള പ്രവർത്തനം, ആചാര അനുഷ്ഠാന സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനം എന്നിങ്ങനെ, അതുപോലെ തന്നെ ഭാവി തലമുറകളെ വാർത്തെടുക്കുക, നല്ല സംസ്കാരത്തിലും നല്ല വിദ്യാഭ്യാസത്തിലും ഊന്നി വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് മഹിളാ ഐക്യവേദി ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. സ്വാമിനി ദേവി ജ്ഞാനരതിഷ്ഠാനന്ദ വനിതാ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ ദേവകി ടീച്ചർ അധ്യക്ഷത വഹിക്കും. നാടി നന്മയ്ക്ക് നാരീശക്തി എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ് വിഷയം അവതരിപ്പിക്കും. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വനിതാ നേതാക്കൾ വിഷയത്തിന്മേൽ ചർച്ചകൾ നടത്തും. സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ചർച്ച ക്രോഡീകരിച്ച് സംസാരിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഡിസംബർ 5 നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രമുഖ സിനിമാ താരം ശ്രുതി ബാല ഉദ്ഘാടനം ചെയ്യും. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. മറ്റൊരു സാമ്പത്തിക ആനുകൂല്യവും ലഭിക്കാത്ത വയോജനങ്ങൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പെൻഷൻ അനുവദിക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV സത്യനേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ഈ സമരത്തിലാദ്യമായി ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ ഇന്നലത്തെ മന്ത്രിസഭയിൽ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് വെറുതെ ഉണ്ടായതല്ല. നിരന്തരമായ നമ്മുടെ സമരത്തിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ ഡിമാൻഡുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം രൂപീകരിക്കപ്പെട്ടുള്ളത്. അതിലൊട്ടും വെള്ളം ചേരാതെ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് TR ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. 2024 ഭിന്നശേഷി പുനരധിവാസ സംസ്ഥാന അവാർഡ് KVM ട്രസ്റ്റിന് ലഭിച്ചതായി പ്രിൻസിപ്പൽ പ്രൊഫസർ കൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. 1983 സ്ഥാപിതമായ KVM ട്രസ്റ്റിൻ്റെ കീഴിൽ ഇപ്പോൾ 14ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഭിന്നശേഷി ഉള്ള കുട്ടികളെ അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ജോലി കൊടുക്കുക, അവർക്ക് നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം വർഷങ്ങളായി ചെയ്തു വരുന്ന KVM ട്രസ്റ്റ്. ഡോക്ടർ PV പ്യാരിലാൽ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. CEO അഡ്വക്കേറ്റ് രാജേഷ് G, അനുപമ മാഡം CEO ആണ്. അപ്പോൾ അങ്ങനെ വർഷങ്ങളായി കേരളത്തിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന KVM ട്രസ്റ്റിന് ഇതൊരു പൊൻതൂവലാണ്. ഇന്നിവിടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ വലതുവശത്ത് ഡോക്ടർ ജമീല PS, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഫയലിനകത്തുണ്ട്. ജമീല PS, ഡയറക്ടർ KVM കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. 1983 ചേർത്തലയിൽ KVM ട്രസ്റ്റ് സ്ഥാപിതമായത്. വിവിധ വിഭാഗം ജനങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി പിൽക്കാലത്ത് ട്രസ്റ്റിന്റെ കീഴിൽ ഒട്ടേറെ സ്ഥാപനങ്ങളുമുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1990 ഭിന്നശേഷി വിഭാഗത്തിനു വേണ്ടി മാത്രമായി സ്ഥാപിച്ച പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആദ്യകാലങ്ങളിൽ ബുദ്ധിപരമായ പിന്നാക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു പരിശീലനം നൽകിയത്.
പിന്നീടത് വികാസ പരിമിതികൾ അനുഭവിക്കുന്നവർക്കുള്ള പരിശീലന സ്ഥാപനമാക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഉയർത്തി. 2001 പ്രത്യേക വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കേണ്ട അധ്യാപകർക്കുള്ള ടീച്ചർ ട്രെയിനിംഗ് കോളേജും ആരംഭിച്ചു. ഭിന്നശേഷി പുനരധിവാസ സംസ്ഥാന അവാർഡ് ഡിസംബർ 3 തൃശൂർ VKL ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ BV പ്യാരിലാൽ ഏറ്റുവാങ്ങും. വിദ്യാഭ്യാസ സ്ഥാപനമായ സാരഥി സെന്റർ ഫോർ എക്സലൻസ് തുറവൂരിലും പ്രവർത്തനം തുടങ്ങി. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനമാണ് സാരഥി. തുറവൂർ ലെവൽ ക്രോസിന് സമീപം അപ്പൂസ് ബിൽഡിംഗിലാണ് വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കുവൈറ്റിലെ ശ്രീനാരായണ പ്രസ്ഥാനമായ സാരഥി കുവൈറ്റ് കേരളത്തിൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈറ്റിന്റെ കീഴിൽ ചേർത്തലയിൽ നടത്തിവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ സാരഥി സെന്റർ ഫോർ എക്സലൻസ് അതിന്റെ സായാഹ്ന നൈറ്റ് ക്ലാസുകൾക്കുള്ള ബ്രാഞ്ച് തുറവൂർ ജംഗ്ഷന് പടിഞ്ഞാറ് വശം തുടങ്ങി. തുറവൂർ റെയിൽവേ ക്രോസിന് സമീപം അപ്പൂസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ AATD സ്കൂൾ മാനേജർ രാജു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സർക്കാരിൻ്റെ തന്നെ പുതിയൊരു നിലപാടെന്ന് പറയുന്നത് കുട്ടികളെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോബിന് പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ നയമാണ് നമ്മുടെ സർക്കാർ. അതായത് +2 കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സാധാരണ 2 ഓപ്ഷൻ, ഒന്നുകിൽ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ ഡോക്ടർ ആവണം. അതല്ലാതെ വേറൊരു ഓപ്ഷൻ കാണിച്ചു കൊടുക്കാൻ പാരൻസിന് അറിയില്ല. അപ്പോൾ ഇതുപോലൊരു പ്രസ്ഥാനം, അതായത് ഇനിയും ഒരുപാട് മേഖലകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് അറിയിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്കൊരു അറിവ് പകരാൻ, അല്ലെ അതിന് പ്രാപ്തരാക്കുവാൻ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയതിന് വിജയേട്ടൻ ഉൾപ്പെടുന്ന ആ ടീമിന് ആദ്യം നാട്ടുകാരനെന്നുള്ള നിലയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രസ്ഥാനം ചെയർമാൻ അഡ്വക്കേറ്റ് NS അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാലുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് തിരുമല വാസുദേവൻ, കളരിക്കൽ ദേവസ്വം പ്രസിഡന്റ് സിംസൺ, പട്ടണക്കാട് ബ്ലോക്ക് മെമ്പർ സജി, SNDP സൈബർ സേനാ വിഭാഗത്തിന്റെ പ്രതിനിധി ഷാബു നാഗപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാരഥി സെന്റർ ഫോർ എക്സലൻസ് ഡയറക്ടർ കേണൽ S വിജയൻ സ്വാഗതവും മാനേജർ വിനീത് വിജയൻ നന്ദിയും പറഞ്ഞു. PF പെൻഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KSRTCയിൽ ഉൾപ്പെടെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ജീവനക്കാർ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്ത നിരവധി അതെല്ലാം കാലക്രമത്തിൽ ഇല്ലാതാക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഗവൺമെൻറ് നടത്തിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പെൻഷൻ പരിഷ്കരണം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിട്ടു. അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ തികഞ്ഞ അമാന്തമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അതുപോലെ തന്നെ VA കുടിശ്ശിക സ്വാഭാവികമായും നമുക്കറിയാം. ക്രമാനുഗതമായ വിലവർദ്ധനവ്, വിലക്കയറ്റം കൊണ്ട് പൊറുതുമുട്ടുന്ന നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും കാലോചിതമായി ആ വിലവർദ്ധനനുസൃതമായി നൽകേണ്ടുന്ന ക്ഷാമബത്ത അത് കുടിശ്ശികയായി കിടക്കുകയാണ് വർഷങ്ങളായി. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ 4ാം ഗഡു പോലും നൽകിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിക്കൊണ്ട് ഇപ്പോൾ മറ്റൊരു സംവിധാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനരാവിഷ്കരിക്കണമെന്ന ന്യായമായ ആവശ്യം ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A മുഹമ്മദ് അലി, അമീർ മുല്ലാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കം ആയുർവേദ ആശുപത്രി മടിയത്ര റോഡിലെ കാരയിൽ പാലം ഉദ്ഘാടനം ചെയ്തു. CK ആശ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന് പണ്ടൊരു കൽക്കറ്റിന് വേണ്ടി പൈസ വെച്ചത്, പക്ഷെ അതെന്തൊക്കെയോ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ കാരണം നമുക്ക് ഈ റോഡിന് കൽക്കറ്റൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വാർഡിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഫണ്ട് അനുഭവിക്കുന്നതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സന്തോഷപൂർവ്വം തന്നെ അറിയിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എല്ലാവരുടെയും വാർഡിലേക്ക് ചിലപ്പോൾ തരാൻ പറ്റിയെന്നിരിക്കില്ല, എങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട വർക്കുകളാണ് എന്ന് ബോധ്യപ്പെടുന്ന വർഷം
MLA ഫണ്ട് കൊടുത്തുകൊണ്ട് സഹായിക്കാനും സഹകരിക്കാനും നാളിതുവരെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വൈക്കം നഗരസഭയുടെ 23, 26 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കാരയിൽ പാലം. പാലത്തിന്റെ വീതിക്കുറവ് മൂലം സ്കൂൾ വാഹനങ്ങളും വൈക്കം ആയുർവേദ ആശുപത്രിയിലേക്ക് എത്തുന്നവരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇടുങ്ങിയ പാലം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വാർഡ് കൗൺസിലർ അശോകൻ വെള്ളവേലി MLA CK ആശയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 7 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലം പുതുക്കി പണിത്. ചടങ്ങിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ PT സുഭാഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലേഖ ശ്രീകുമാർ, സിന്ധു സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.